മുല്ലവള്ളിയും തേന്മാവും. ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെച്ചേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ താലിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. പിറ്റേന്ന് തന്നെ നിമിഷയുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. നിമിഷ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മാധവൻ കരുതിയിരുന്നത് നന്ദയെ ഒന്ന് വിരട്ടിയാലോ അല്ലെങ്കിൽ 4 ചീത്ത പറഞ്ഞാലോ അവൾ ഒതുങ്ങും എന്നായിരുന്നു. പക്ഷെ നന്ദയുടെ കൂടെയുള്ള ഡേവിഡ്, അവൻ മാധവൻ്റെ പ്രതീക്ഷകളെ അപ്പാടെ കാറ്റിൽ പറത്തിക്കളഞ്ഞു. മാധവനും ഭാര്യയ്ക്കും അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നു. നിയമസാധ്യതകളൊന്നും വശമില്ലാത്ത, പുറം ലോകം നേരെ ചൊവ്വെ കാണാത്ത നന്ദയിൽ നിന്നും ആ സ്വത്തുക്കളെല്ലാം എളുപ്പം തട്ടിയെടുക്കാമെന്ന് കരുതിയ അവർക്കേറ്റ പ്രഹരമായിരുന്നു ഡേവിഡ്. അവൻ നന്ദക്കൊപ്പം ഉള്ള കാലത്തോളം ഒന്നും നടക്കില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതോടെ പിന്നെ മാധവനും ഭാര്യയും പത്തി മടക്കി അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാം എന്നവർ തീരുമാനിച്ചു. പക്ഷെ മാധവൻ്റെ ഉള്ളിലെ ആശങ്ക അതൊന്നുമല്ലായിരുന്നു. വന്നു കയറിയ നേരം മുതൽ അയാൾ അഭിയെ ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ മുഖത്തെ തെളിച്ചമില്ലായ്മ, നീരസം, ദേഷ്യം. ഏറ്റവും ഒടുവിൽ അഭിയോട് അയാൾ തന്നെ കാര്യം ചോദിച്ചു. "ഞാൻ പോയി കഴിഞ്ഞാൽ മോളോട് ചോദിച്ചു നോക്ക്, കാര്യവും കാരണവുമെല്ലാം" എന്നായിരുന്നു അഭിയുടെ മറുപടി. മാധവൻ നിമിഷയെ ഒന്ന് നോക്കി. അവളുടെ മുഖം കുറ്റവാളിയെപ്പോലെ കുനിഞ്ഞിരിക്കുന്നത് കാണെ രംഗം അത്ര പന്തിയല്ല എന്ന് അയാൾക്കും തോന്നി. "അതെ, പോവാൻ തന്നെ തീരുമാനിച്ചോ?" നന്ദ പുറംതിരിഞ്ഞു നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഡേവിഡ് പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് ആശങ്ക പടരുന്നത് അവൻ അറിയാനുണ്ട്. "പോവാതെ പറ്റില്ലല്ലോ, എനിക്കവിടെ പിടിപ്പത് പണിയുണ്ട് നന്ദ," ഡേവിഡ് പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദ പതിയെ ഒന്ന് മൂളി. "നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചേച്ചാൽ മതി, ഞാൻ ഓടിങ്ങ് വന്നേക്കാം," ഡേവിഡ് പതിയെ പറഞ്ഞു. "അപ്പോൾ പിടിപ്പത് പണിയുള്ള ആൾക്ക് ഓടി വരാൻ നേരം കിട്ടുമോ?" നന്ദ ചുണ്ടൊന്ന് കൂർപ്പിച്ചു. ഡേവിഡ് അവളെ കൗതുകത്തോടെ നോക്കി. പതിയെ ഡേവിഡ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ചാരി നിന്നിരുന്ന ചുമരിന് ഇരുവശവും കൈകൾ വെച്ചു. നന്ദ കൈകൾക്കുള്ളിൽ നിന്ന് കൊണ്ട് കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ ഒന്ന് നോക്കി. "ഞാൻ പോയാൽ നിനക്ക് എന്നെ മിസ് ചെയ്യുമോ?" ഒട്ടും മുഖവുരയില്ലാത്ത ആ ചോദ്യം നന്ദയുടെ നെഞ്ചിടിപ്പ് കൂട്ടി. എന്നാലും ആ പതർച്ച പുറത്ത് കാണിക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ഞാൻ എന്തിനാ നിങ്ങളെ മിസ് ചെയ്യുന്നേ?" നന്ദ ചുണ്ടൊന്ന് കൂട്ടി. "പിന്നെ എന്നതാടി നിന്റെ കണ്ണിൽ ഇതുവരെ കാണാത്തൊരു പിടച്ചിൽ?" ചോദിക്കുമ്പോൾ ഡേവിഡ് പതിയെ ചിരിച്ചു. "ഓ, കണ്ണി നോക്കി മനസ്സ് വായിക്കാനൊക്കെ ഡേവിഡിനറിയാമോ?" നന്ദ പുച്ഛത്തോടെ ചോദിച്ചു. "എന്താ സംശയം? ഞാൻ നന്നായി വായിക്കും." "എന്നാ അങ്ങ് എൻ്റെ കണ്ണിൽ നോക്കി ഒന്ന് മനസ്സ് വായിച്ചാട്ടെ, കേൾക്കട്ടെ." നന്ദ ഇരു കൈകളും മാറിൽ കെട്ടി നിന്ന് അവനെ തന്നെ ഉറ്റുനോക്കി. "വായിച്ചോട്ടെ?" അവൻ്റെ സ്വരം ആർദ്രമായി. വായിക്ക്." "ഈ മനസ്സിപ്പോൾ ഞാനല്ലേ? ഡേവിഡിനെ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഹൃദയമല്ലേ ഇപ്പം നന്ദക്കുള്ളിലുള്ളത്?" നന്ദ തന്നെ 100 വട്ടം ചിന്തിക്കുന്നില്ലേ, എന്താ എനിക്ക് എപ്പോഴും ഡേവിഡിനെ തന്നെ ഓർക്കാൻ തോന്നുന്നത് എന്ന്. വേണ്ടെന്ന് വെച്ചാലും അടക്കി പിടിച്ചു വെച്ചാലും തൻ്റെ മനസ്സിങ്ങനെ നൂലുപൊട്ടിയ പട്ടം പോലെ എനിക്ക് ചുറ്റും പാറിപ്പടന്ന് നടപ്പല്ലേ. കാറ്റുപോലെ ഒരുവൻ ചോദിക്കവേ നന്ദ ഉമിനീർ വിഴുങ്ങി നിന്നുപോയി. അതൊക്കെ തന്നെയാണ് തൻ്റെ മനസ്സിൽ. അവനതെങ്ങനെ കൃത്യം വായിച്ചെടുത്തു എന്നവൾക്കറിയില്ല. ഇനി ഇതൊക്കെ ഞാൻ എങ്ങനെ വായിച്ചെടുത്തു എന്ന് ചിന്തിച്ച് തല പുകക്കണ്ട നന്ദേ. വർഷങ്ങൾക്ക് മുമ്പേ കൗമാരക്കാരനായ ഡേവിഡിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെയായിരുന്നു നന്ദ ഉണ്ടായിരുന്നത്. ഡേവിഡ് പതിയെ ചിരിച്ചു. "അപ്പോൾ ഇപ്പോഴോ?" നന്ദ ഒറ്റപ്പുരികം ഉയർത്തി അവനെ നോക്കി. മറുപടി പറയുന്നതിന് പകരം ഡേവിഡ് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിക്കുകയാണ് ചെയ്തത്. ഒപ്പം അവളുടെ നീണ്ടു മെലിഞ്ഞ കൈവിരലുകൾ അവൻ്റെ ഹൃദയഭാഗത്തേക്ക് വെച്ചു ഡേവിഡ്. "നീ പറ, എൻ്റെ ഉള്ളിൽ എന്താണെന്ന്." ഡേവിഡ് നന്ദയെ തന്നെ നോക്കി. അവൻ്റെ നെഞ്ചിടിപ്പ്, അവനിൽ നിന്ന് വമിക്കുന്ന വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സമ്മിശ്രഗന്ധം എല്ലാം കൂടെ നന്ദയെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നു. "പറ നന്ദേ, എന്താ എൻ്റെ ഉള്ളിൽ? എൻ്റെ ഹൃദയം വായിക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്?" ഡേവിഡ് പതിയെ ചോദിച്ചു. നന്ദ തൻ്റെ വിറക്കുന്ന അതരങ്ങൾ കൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയതാണ്. അന്നേരമാണ് ആ വാതിലിൽ ഒരു മുട്ട് കേട്ടത്. പകുതി ചാരിയിട്ടേ ഉള്ളൂ ആ വാതിൽ. അതുകൊണ്ട് തന്നെ അപ്പുറം നിൽക്കുന്നത് അഭിയാണെന്ന് അവർ ഇരുവരും ഒരുപോലെ ശ്രദ്ധിച്ചു. ഡേവിഡ് തൻ്റെ കൈകൾ എടുത്തു മാറ്റി. നന്ദ തൻ്റെ മേൽചുണ്ടിലെ വിയർപ്പൊപ്പിക്കൊണ്ട് നേരെ നിന്നു. അപ്പോഴേക്കും അഭി ഉള്ളിലേക്ക് കയറി വന്നിരുന്നു. അവൻ്റെ നോട്ടം അത്രയും നന്ദയിൽ തന്നെയായിരുന്നു. ഞാൻ ഇറങ്ങുന്നു നന്ദേ,"
അഭി അങ്ങനെ യാത്ര പറഞ്ഞപ്പോൾ നന്ദയുടെ കണ്ണുകൾ അതിശയം കൊണ്ട് വിടർന്നു പോയി. നാളിതുവരെ, എന്തിനേറെ പറയുന്നു, ഭാര്യയായി കൂടെ കഴിഞ്ഞിരുന്ന നാളുകളിൽ പോലും നന്ദയോട് അവൻ ഇങ്ങനൊരു ചോദ്യമോ പറച്ചിലോ ഉണ്ടായിട്ടില്ലല്ലോ. നന്ദ അവനെ തന്നെ നോക്കി നിൽക്കവേ അഭി ഒരടി കൂടെ മുമ്പോട്ട് കയറി നിന്നു. എനിക്ക് നിന്നോട് ഒന്ന് തനിച്ച് സംസാരിക്കണം, അഭി പതിയെ പറഞ്ഞു. നന്ദ നേരിയ പതർച്ചയോടെ ഡേവിഡിനെ നോക്കി. അഭി അത് പറഞ്ഞ പാടെ ഡേവിഡ് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. നന്ദ ഡേവിഡ് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ അതിശയിച്ചു പോയി. അഭിയെ കാണുമ്പോഴെല്ലാം തൻ്റെ മുമ്പിൽ കരിങ്കല്ല് പോലെ ഉറച്ചു നിന്നിരുന്നവനാണ് ഡേവിഡ്. എന്നിട്ടിപ്പോൾ അഭിയുടെ അടുത്ത് തനിച്ച് വിട്ടിട്ട് ഓടിയിരിക്കുന്നു. നന്ദേ, അഭി ഒരിക്കൽ കൂടെ അവളെ വിളിച്ചു. അവളുടെ കണ്ണുകൾ അന്നേരവും ഡേവിഡ് പോയ വഴിയെയായിരുന്നു. അഭി പെട്ടെന്ന് വിളിച്ചപ്പോൾ നന്ദ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. ഞാൻ ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം മാപ്പ്. അഭിയുടെ സ്വരം കുറ്റബോധത്താൽ ഒന്ന് വിറച്ചു. നന്ദയുടെ കണ്ണുകളിൽ അതിശയം. നന്ദ അവനെ തന്നെ നോക്കി നിന്നുപോയി. നിമിഷം നിന്നെക്കുറിച്ച് മെനഞ്ഞെടുത്ത കള്ളക്കഥകളിലായിരുന്നു ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. അതിനിടയിൽ നിന്നെക്കുറിച്ച് അറിയാനോ നിന്റെ സ്നേഹം കാണാനോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, അഭി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും കാലം കാപട്യം നിറഞ്ഞ നിമിഷ തീർത്ത ലോകത്ത് കണ്ണുകിട്ടി ജീവിച്ചതിന് എന്നോട് ക്ഷമിക്കണം. നന്ദ എന്നോട് ക്ഷമിക്കില്ലേ? അഭി എടുത്തു ചോദിച്ചു. നന്ദ പതിയെ ചിരിച്ചു. എനിക്ക് അഭിയോട് ഒട്ടും ദേഷ്യമില്ല. കാരണം അഭിയെപ്പോലെ ഒരു പരിധിവരെ ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതാണ്. ഇല്ലാത്ത സ്നേഹം അഭി എനിക്ക് എങ്ങനെ തരാനാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. എങ്ങനെയെങ്കിലും അഭി എന്നെ തിരിച്ചൊന്ന് സ്നേഹിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. അതിനുവേണ്ടി എന്തൊക്കെ മണ്ടത്തരമാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. ആദ്യ ഭാര്യ മരിക്കും എന്നറിഞ്ഞിട്ടും അഭി എന്നെ വിവാഹം ചെയ്തു. ഞാൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. എന്നോടൊരു തരി സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അഭി ആ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് ഓർത്തെടുക്കാനുള്ള ബുദ്ധി എനിക്ക് അന്നേരം ഉണ്ടായില്ല. മരണം മുമ്പിൽ കണ്ടിട്ട് പോലും തൻ്റെ ഭാര്യയാവാൻ തീരുമാനിച്ചവൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവുമെന്ന് അഭിയും ചിന്തിച്ചില്ല. കഴിഞ്ഞത് കഴിഞ്ഞു അഭി, നമ്മൾക്ക് തമ്മിൽ ഇനി ഒന്നുമില്ല, ഒന്നും. നന്ദ പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകളിലെ ആത്മവിശ്വാസം, അവളുടെ സംസാരശൈലി എല്ലാം കൊണ്ടും അവൾ പുതിയൊരാളായ പോലെ തോന്നി അഭിക്ക്. നന്ദ അഭിയോട് പറഞ്ഞുകൊണ്ട് തിരികെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നേരം അഭി അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. നന്ദ നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. എന്താ? കൈ വലിച്ചെടുത്തുകൊണ്ട് നന്ദ ചോദിച്ചു. നന്ദ, എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല. നീ ഉള്ളപ്പോൾ എനിക്ക് നിന്റെ വില അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ, അഭി പാതി വഴിയിൽ നിർത്തി അവളെ ഒന്ന് നോക്കി. നന്ദയുടെ മുഖത്ത് അസ്വസ്ഥത നിഴലിക്കുന്ന പോലെ തോന്നി അഭിക്ക്. അഭി ഞൊടിയിടയിൽ അവളുടെ കവിളിൽ കൈ ചേർത്തു. എൻ്റെ അടുത്തായിക്കൂടെ, ഒരിക്കൽ കാണിച്ചതിനെല്ലാം പ്രായശ്ചിത്തമായി സ്നേഹം കൊണ്ട് മൂടിക്കോളാം ഞാൻ, അഭി ആർദ്രമായി പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം ഡേവിഡ് ആ മുറിയിലേക്ക് കയറി വന്നു. ഡേവിഡും കണ്ടു അവരുടെ ആ നിൽപ്പ്. ഡേവിഡിനെ കണ്ട പാടെ നന്ദ അഭിയുടെ കൈ തൻ്റെ കവിളിൽ നിന്ന് എടുത്തു മാറ്റി. അഭി പോ ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം, നന്ദ പറഞ്ഞു. നന്ദേ, അഭി എന്തോ പറയാൻ തുടങ്ങിയവേ നന്ദ അവനെ തടഞ്ഞു. ചെല്ലഭി, എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ല, നന്ദ മുറുകിയ സ്വരത്തോടെ പറയവേ അഭി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ എന്ത് വില കൊടുത്തും നന്ദയെ തിരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരുമെന്ന് അഭി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അഭി ഇറങ്ങിയ പാടെ നന്ദ ഡേവിഡിനെ നോക്കി. ഡേവിഡ് തിരക്കിട്ട് തൻ്റെ ബാഗും വലിച്ചടച്ച് പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങി. പോവാണോ? നന്ദ ചോദിച്ചു. ഞാൻ വന്നാലും പോയാലും നിനക്കെന്നാ? ഡേവിഡിന് നിന്റെ മുഖത്ത് കുശുമ്പാണ്. അത് കാണേ നന്ദക്ക് ചിരി വന്നുപോയി. ഞാൻ വിളിച്ചാൽ വരുമല്ലോ അല്ലേ? നന്ദ പിന്നെയും എടുത്തു ചോദിച്ചു. ഓ പിന്നെ, നീ വിളിച്ചാൽ വരാൻ ഞാൻ നിൻ്റെ ആരാ? കെട്ടിയോനോ? പോയി നിൻ്റെ അഭിമന്യുവിനെ വിളിക്ക്, ആ കുരങ്ങൻ വരും. അത്രയും പറഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയവനെ കാണേ നന്ദ പൊട്ടിച്ചിരിച്ചുപോയി. ഇപ്പോൾ കുരിശിങ്കല ഡേവിഡിൻ്റെ ഹൃദയം നന്ദക്ക് കൃത്യം വായിക്കാൻ പറ്റുന്നുണ്ട്. നന്ദ ഓർത്തു ചിരിച്ചു. തുടരും സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അധികം വൈകാതെ അടുത്ത പാർട്ടുമായി വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. താങ്ക് യു.